അപ്പോൾ ദാ ഗൃഹലക്ഷ്മിൻ്റെ കവർ ഫോട്ടോ ഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻസിലാണുള്ളത്. ഹലോ, ഹായ്. പറയൂ, എക്സൈറ്റഡ് ആണോ? വെരി മച്ച് എക്സൈറ്റഡ്. സെക്കൻഡ് ടൈമാണ് ഗൃഹലക്ഷ്മിയായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത്? അതിന്റെ ഫൈനൽ ലുക്സ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് ലുക്സ് ആണ് ഇപ്പം നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ലുക്കാണ് ഇത്. അതിൽ ലാമിസ് ആൻഡ് ബ്ലൂംസ് രണ്ടുപേരും കൂടെ ഒരു ബ്യൂട്ടിഫുൾ അറ്റയറും ബ്യൂട്ടിഫുൾ മേക്കപ്പും ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഒക്കെ അധികം മാറാതെ ഉള്ളൊരു ഫസ്റ്റ് ലുക്കാണ്. സെക്കൻഡ് ലുക്ക് വേറെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്ലുക്കാണ്. സോ എക്സൈറ്റഡ്. മേക്കപ്പിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യം എന്താണ്? അതായത് വൺസ് യു ആർ ഡൂയിങ് മേക്കപ്പ്, ഐ ആണോ, ലിപ്പ്, ഹെയർ പ്രധാനമാണ്. ഹെയർ മാറുമ്പോൾ തന്നെ ടോട്ടൽ ലുക്ക് മാറും. അപ്പം ഹെയർ എങ്ങനെ അവർ ചെയ്യും എന്നുള്ളത്, ഇപ്പം ഈ ലുക്കിൽ ഒരു കേളി ഹെയർ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ കേളി ഹെയർ ആണ്. അപ്പം നെക്സ്റ്റ് ലുക്കിൽ വേറൊരു ഇതിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു സ്ലീക്ക് ഹെയർ പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ലെറ്റ്സ് സീ. എനിക്കിതിൽ ഫീച്ചേഴ്സിൽ ഐസ് ചെയ്യുന്നത്, അതുപോലെ ലിപ്സ് ചെയ്യുന്നത്, പിന്നെ നമ്മളുടെ സ്കിന്നിനോട് ചേർന്ന ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് അതിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. പിന്നെ നമുക്ക് സ്കിന്നിനോട് മാച്ച് ചെയ്യുന്ന നമ്മുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാന്നൊക്കെ പറയുന്നത്, അത് നമുക്കതിനോട് ബ്ലെൻഡായി പോയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു എത്തിയില്ല, സെറ്റായില്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. ഓക്കെ, റൈറ്റ് നൗ ഭയങ്കര ബ്ലെൻഡായി പോകുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. യെസ്, അടിപൊളി. ഇനി ഇതാ മേക്കപ്പ് ആർട്ടിസ്റ്റും സ്റ്റൈലിസ്റ്റും ഹായ് ഹായ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എടുത്തേക്ക് പറയൂ, എന്താണ് ഇന്നത്തെ ഒരു മേക്കപ്പ് ലുക്കിനെ കുറിച്ച് പറയൂ. ഇന്നത്തെ ഫസ്റ്റ് ലുക്ക് ആണെങ്കിൽ മാക്സിമം വിൻസിയുടെ ആ ഒരു ഐഡന്റിറ്റി മാറാത്ത രീതിയിൽ തന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പാണ്. ഹെയർ ആണെങ്കിലും ആളുടെ കേളി ഹെയറാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തുള്ള ലുക്ക് തന്നെ ഫസ്റ്റ് ലുക്ക് കൊടുക്കുന്നത്. സെക്കൻഡ് കോസ്റ്റ്യൂം വരുമ്പോൾ നമ്മൾ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അത് വരുമ്പോൾ കാണാം കുറച്ച് സ്ലീക്ക് ആയിട്ടും കുറച്ചും കൂടി ഒരു ബോൾഡ് ലുക്ക് കൊടുക്കാനാണ് സെക്കൻഡ് ലുക്കിൽ. അടിപൊളി. എല്ലാവരും വി ഓൾ എക്സൈറ്റഡ് ഫോർ ദ സെക്കൻഡ് ലുക്ക് അല്ലേ? അടിപൊളി. പറയൂ, സ്റ്റൈലിസ്റ്റ് പറയൂ, ലൈക്ക് എങ്ങനെയാണ് ഈ ഒരു സാരിയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഇത് ചൂസ് ചെയ്തത്? സാരിയിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്ക് മാച്ചിങ്, ആള് പറഞ്ഞ പോലെ തന്നെ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ഐറ്റം വേണം എന്നുണ്ടായിരുന്നു. ഓക്കെ. ആൻഡ് ആൾക്കൊരു പറ്റുന്ന ഒരു പാറ്റേൺ നമ്മൾ സെലക്ട് ചെയ്തു. ആളും ഓക്കെ ആയിരുന്നു. ആളുടെ കംഫർട്ട് സോൺ അനുസരിച്ചിട്ട് നമ്മളൊരു ഐറ്റം സെലക്ട് ചെയ്തു, അങ്ങനെ സെറ്റാക്കി. ബാക്കി ഇനി കവർ വരുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്, ഇത്ര സാരിയിൽ ഇത്രയും നല്ല കുറെ വർക്ക്സ് ഉള്ളതുകൊണ്ടാണോ ജ്വൽസ് മിനിമൽ ആക്കി? അതെ അതെ അതെ, രണ്ടും കൂടിയും ഹൈ ആക്കിയ ഒരു ഓവർ ആവൂലേ. എപ്പോഴും മിനിമൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്നതാണല്ലോ. ഇനി ജ്വല്ലറി കൂടി ഇട്ടാ പറയൂ, എന്ത് തോന്നുന്നു? വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബോൾഡ് ലുക്ക്. അടിപൊളി. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തതിനെക്കാട്ടിയും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ്. ഞാൻ സ്ലീക്ക് ഹെയർ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു അറ്റയറും ഈ ഒരു ചെറിയൊരു ഓർണമെന്റേഷനും ഇതൊക്കെ കൂടി ആകുമ്പോഴത്തേക്കിനും ഒരു സംതിങ് ഡിഫറെന്റ് എന്നുള്ളൊരു ഫീൽ. യെസ്, ആൻഡ് ആ ഹെയറിന്റെ സ്റ്റൈല് മാറിയപ്പോൾ തന്നെ മൊത്തത്തില് നമുക്ക് ഫേസും മാറിയ പോലെ. ആൻഡ് സ്ട്രെയിറ്റ് ഹെയർ നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. നല്ല രസമുണ്ട്. സോ യാ, ഈ സ്റ്റൈലിസ്റ്റ് ആൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, സ്റ്റൈലിസ്റ്റിനോട് ചോദിക്കാം, മേക്കപ്പ് ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? യെസ്, എങ്ങനെ ഒരു ബോഡിക്കോണിൽ നമ്മളൊരു വർക്കുള്ള ഒരു ഇത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ഉള്ള ഒരു ഓവർ കോട്ടാണ് ഇത്. കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ. ആൻഡ് ഇതിന് നമ്മളൊരു സബിയസച്ചി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഒരു 2 ഫിംഗേഴ്സിലേക്ക് കയറുന്ന ഒരു അടിപൊളി റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഔട്ട്ലുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ. എന്താണ് സബ്യസാച്ചി ഇൻസ്പയർഡ് ഓർണമെന്റ് ഇതിന് കൊടുക്കാം എന്നുള്ളൊരു തോട്ട് വന്നത്? കാരണം ഇതില് കുറച്ച് ബോൾഡ് ആൻഡ് ഇത് കാണുമ്പോൾ ലുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ എങ്ങനത്തെ ലുക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും വെറൈറ്റി വേണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഇയർ പീസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എംബ്ലോക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. ഓക്കെ ഓക്കെ, നൈസ് നൈസ് നൈസ്, കൊള്ളാം. അതുപോലെ ഇത് കോട്ട് എല്ലാം ഹാൻഡ് വർക്ക് ആണ്, കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം. ഓക്കെ. ആൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്
ഇച്ചിരി പണിയിലാണ്. പറയൂ, ഇത് കുറച്ചൊരു നേരത്തെ നോക്കുമ്പോൾ നമ്മുടെ കുറച്ചൊരു ട്രഡീഷൻ സാരി വെയറാണ്. വെൻ ഇറ്റ് കംസ് ബ്ലാക്ക് ഒരു ബോൾഡ് ലുക്കാണ്. അപ്പം മേക്കപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊടുത്തിട്ടുണ്ടോ? മേക്കപ്പിൽ മെയിൻ ആയിട്ടും ഐസാണ്, നല്ല ബോൾഡ് ഐസ് ആയിട്ടുണ്ട്. കാരണം ബ്ലാക്കിന് എപ്പോഴും ആ ഒരു സ്മോക്കി ഐ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗി. അപ്പം ഭയങ്കര ബോൾഡ് ആക്കിയിട്ടുണ്ട് ഐസ്. ഓക്കെ. പിന്നെ വേറെ ബേസിന് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഓക്കെ. ലിപ്സ്റ്റിക്കും നമ്മളൊരു ന്യൂഡ് കളർ ലിപ്സ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വലിയ ചേഞ്ച് വരുത്തിയിരിക്കുന്നത് ഹെയറിലാണ്. കാരണം കേളി ഹെയർ നേരെ നമ്മൾ സ്ട്രെയിറ്റ് ഹെയർ ആക്കി. അപ്പം സ്ട്രെയിറ്റ് ഹെയർ നമ്മൾ ആദ്യം ഒന്ന് പോണി എന്തെങ്കിലും കെട്ടാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ഡ്രസ്സിന് ഇട്ട് വന്നപ്പം ഫ്രീ ഹെയർ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാം അല്ലേ? ഞാൻ സ്ലീക്ക് ഹെയർ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഡിഫറൻസ് സ്ലീക്കിൽ തന്നെ ഒത്തിരി ഫ്രീ ആയിട്ടുള്ള ചെയ്യാൻ. പിന്നെ ഈ കോസ്റ്റ്യൂമിനും അത് കറക്റ്റ് ആയിട്ട് പിന്നെ എല്ലാ ലുക്കും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എല്ലാ ലുക്കിലും അടിപൊളിയാണ്, അതുകൊണ്ട് നമുക്ക് പിന്നെ ഏത് ലുക്ക് ഇട്ടാലും കുഴപ്പമില്ല അല്ലേ? ഏറ്റവും അവസാനം ഇവനെ കെട്ടിയിട്ടിട്ട് ഒന്ന് എടുക്കാം.